ഹലോ ഗായ്സ്, അപ്പോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ എന്താ പരിപാടി? ഇന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അതെ, ചെറിയ ഷോപ്പിംഗ്. കഴിഞ്ഞ ഷോപ്പിങ്ങുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും എന്തേലൊക്കെ വാങ്ങിക്കണല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളൊന്ന് പോയി നോക്കുകയാണ്. ജസ്റ്റ് അതെ, പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങാനും വേണ്ടിയിട്ട് ലുലു മോൾ വിസിറ്റിംഗ്. ഓക്കെ, അപ്പൊ എന്താ ഏതാവെന്ന് നമുക്കറിയില്ല, പോയി നോക്കിട്ട് വരാൻ കഴിയും. ഞങ്ങളൊന്ന് പോട്ടെ. ഇവിടെ എന്താ എന്റെ പരിപാടി? വികൃതി എന്ന് പറഞ്ഞ ചില്ലറ വികൃതി അല്ല കേട്ടോ. ഇവൻ ആർക്കെങ്കിലും വേണോ ഗൈസ്? ആവശ്യമുള്ളവർ പറഞ്ഞോളൂ, ഞങ്ങൾ ഓയിലെക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ HMD ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. സോറി, വായി നോക്കിയതല്ല, അവിടെ നല്ലൊരു വീട് കണ്ടു, അത് നോക്കി. ചിന്ന വീടാ പെരിയ വീടാ? ரொம்ப பெருசா இருக்கு, ஆனா ரொம்ப சின்னதாவும் இருக்கு. സത്യമായിട്ടും വായി നോക്കിയതല്ല. എന്നെ വിശ്വസിക്കണോ? എനിക്ക് നിന്നെ മാത്രം വിശ്വാസം ഇല്ലാത്തതായിട്ടും. എന്ത് ചോദ്യത്? അല്ല, അതൊക്കെ പോട്ടെ. എന്താ കൊച്ചി ലുലു മാളിൽ പോയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം? എനിക്ക് എന്തൊക്കെയോ എടുക്കാനുണ്ട്. എന്തൊക്കെയോ അതെനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു ബാസ്കറ്റ് എടുക്കും. എനിക്ക് തോന്നിയതൊക്കെ വലിച്ചു വരിയിടും. ഓക്കേ, രാവിലെ എന്റെ പോക്കറ്റിൽ കീറുമല്ലോ. അത് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. തീരുമാനിക്കാം. ക്രെഡിറ്റ് കാർഡൊക്കെ മൊത്തത്തിലൂടെ വെച്ചിട്ട് വരേണ്ടി വരും. ഈശ്വര ഭഗവാനെ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിലാണ് ജീവിതം ഓടിപ്പോണത്. എന്നെ പോലുള്ള സാധാരണ ആൾക്കാര് ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ, എന്താണ് ഇപ്പത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഗൈസ്, നമ്മൾ ഓൺ ദ വേ ആണ്. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ട് വരാട്ടോ. ഇതാണ് കണ്ടില്ല, മാപ്പൊക്കെ ഇട്ടേക്കുന്ന വഴിയൊന്നും അറിയത്തില്ല. അറിയില്ലല്ലോ, കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ പരിചയം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ എന്തായാലും മാപ്പ് ഇട്ടിട്ടല്ലേ പോവാ. കുറച്ചു കാലം കഴിഞ്ഞ് ഞങ്ങൾക്ക് മാപ്പിന്റെ ആവശ്യമില്ല ഗൈസ്. അതെ, ഞങ്ങളെല്ലാം പഠിക്കും, വഴിയൊക്കെ പഠിക്കും. അതെ, അപ്പൊ ഗൈസ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് വരല്ലേ. അപ്പൊ ഗൈസ്, ഒടുക്കത്തെ ട്രാഫിക്കാണ്. ഇനി ഈ ട്രാഫിക് ഒക്കെ കടന്നിട്ട് നമ്മൾ അവിടെ ചെല്ലണം അല്ലേ രാവിലെ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നന്നായിട്ട് പറയാനുണ്ട്. അത് ഈ ട്രാഫിക്കിന്റെ ഇടയിൽ വെച്ചിട്ട് എന്ത് ട്രാഫിക്കാണ്. ഒന്നാമത് ഈ ശനി ഞായർ അല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ട ഒരു നിമിഷമാണ് ഗൈസ്. നമ്മൾ ഇതിനെ പറ്റി ഭാർഗികമായ രീതിയിൽ താത്വികമായ ഒരു അവലോകനം നടത്തും. എന്ത് പണ്ടതേക്ക് ഇപ്പൊ നിർത്തിക്ക് വയ്ക്ക, ആകെ ടച്ചടിച്ച് വയ്ക്ക പുല്ല്. ഈ ട്രാഫിക്കിനും വിട്ട് മൂഞ്ചി തെറ്റിരിക്കുന്നു. ഏതാവ് ഗ്യാപ്പ് കൂടെ കൊണ്ടേ കയറ്റണോ? സാരമില്ല, പോട്ടെ, വെറുതെ വിട്ടേക്ക്. പൊന്ന് ഗൈസ്, ഒന്നും പറയണ്ട, പ്ലീസ് പണി. നേരത്തെ ആ എടപ്പള്ളി ആ മെയിൻ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെ ലുലുവിലോട്ട് കയറാൻ നേരത്തെ കണ്ടായിരുന്നു. ഇതിപ്പോ ജംഗ്ഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ വന്നാലേ നമുക്ക് വന്നിട്ട് നമ്മൾ ഇനി ഒരു മെയിൻ ട്രാഫിക്കിനകത്ത് കിടക്കണം. എന്നാലേ നമുക്ക് ഇനി ലുലുവിന് പോകാൻ പറ്റത്തുള്ളൂ. രാഹുലേട്ടാ, എന്താണ് ഇതിനോട് താങ്കൾക്ക് പറയാനുള്ളത്? എന്ത് പറയാനാ, കൊച്ചിയില് വണ്ടികൾ കൂടുതലല്ല, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. അതൊക്കെ വല്ലാത്ത ചതിയായി. 1/2 കിലോമീറ്റർ കറങ്ങി തിരിഞ്ഞാണ്. അത് ഒന്നാമതെന്ന് വെച്ചാല് ഇവിടെ ഫുള്ള് ട്രാഫിക് അല്ലേ, അതാണ് മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ട്രാഫിക് ഉണ്ടാകുമ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല് നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇത്രയും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. കറക്റ്റ് സമയത്ത് പോവാൻ ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ലല്ലേ? അതെ, എന്തായാലും ലുലു മാളിക്ക് ഞങ്ങളുടെ അവിടുന്ന് ഇപ്പൊ 1 മണിക്കൂർ എടുക്കും. ഗൈസ്, നമ്മുടെ ലുലു എത്തിയിട്ടുണ്ട്. ഇനിയിപ്പൊ അതിന്റെ അകത്ത് കയറി പറ്റണമെങ്കിൽ ടൈം ഒരുപാട് എടുക്കും. നല്ല പാടാ മക്കൾ. ഇത് എന്താ ഇത്? നേരത്തെ ലുലുവില് പറഞ്ഞെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. ശരി ചേച്ചി, വെച്ചിട്ട് പോവും. ഇവിടെ ഗൂഗിൾ ചേച്ചി ഇവിടെ കിടന്നിട്ട് ഞങ്ങളോട് വഴി പറഞ്ഞു തരും. ഇനിയിപ്പൊ എന്തിനാ വഴിയൊക്കെ നമുക്കറിയാം. വണ്ടിയുണ്ട്.
അങ്ങനെ UB7 ഇപ്പോൾ കാറ് നിർത്തിയിട്ടുള്ളത്. ഇത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. എവിടെ ആളെവിടെ പോയി? ഓ അപ്പുറത്തുണ്ടാ. ഇന്ന് തള്ളേതാടി മാളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. പേടി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ സോണിക്ക് പ്രാന്താണ്. മതിയോ കണക്കുള്ളതാ ഇവിടെ ഇങ്ങനെ കാര്യമായിട്ട് നോക്കെടുക്കുന്നു. ചാള മാത്രം 100 രൂപയ്ക്ക്. നീ ബില്ല് ചെയ്തിട്ട് വാ. ഒന്നും കൂടെ ശിവനേ നമ്മൾ ലുലുമാളിന്റെ ലുലുമാളിലോട്ട് വിട്ടപ്പറയുകയാണ് സുഹൃത്തുക്കളെ. പാർക്കിംഗ് ചാർജ് ഒരു 30 ആക്കാട്ടിരുന്നു. അതൊക്കെ ആക്കാം. അത് എന്തിനാ ഈ 50 അല്ലെങ്കിൽ യൂസഫ് അലി സാറിന്റെ അടുത്ത് ഒരുപാട് കാശുള്ളല്ലേ. ഈ പാവങ്ങളേന്ന് 50 രൂപ പിടിച്ച് വാങ്ങണൊക്കെ എന്തിനാ? നിങ്ങളെ കടയിൽ വരുന്നു ഈ സാധനങ്ങൾ മേടിക്കണോ? നിങ്ങളെ കടയ്ക്ക് തന്നെ അല്ലേ ഞങ്ങള് വരുന്നത്, വേറെ അങ്ങോട്ടും പോണില്ലല്ലോ. ചിലപ്പോ ഇതിന്റെ പിന്നിൽ എന്തേലൊക്കെ ഉണ്ടാവും, നമ്മൾ അറിയണ്ടാവില്ല. അതാവും വേറൊരു സത്യം. എന്നിരുന്നാലും 50 രൂപ ഭയങ്കര ഓവറാ. ഒരു 10 റുപ്യ അതൊക്കെ മര്യാദയാണ്. അപ്പോൾ യൂസഫ് അലി സാർ കാണുവാണെങ്കിൽ